പ്രചാരണ ചൂടിൽ തലസ്ഥാനം. കുഞ്ഞിനെ കളിപ്പിച്ചുകൊണ്ട് പൊതുവേദിയിൽ വെറും കാഴ്ചക്കാരിയായി മുൻ മേയർ ആര്യ രാജേന്ദ്രൻ. വേദിയിൽ കസേരയില്ല, വെറും കാഴ്ചക്കാരി മാത്രം. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ റോളില്ലാതെ തിരുവനന്തപുരം നഗരസഭ മുൻ മേയർ ആര്യ രാജേന്ദ്രൻ. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആവേശത്തിൽ തലസ്ഥാന നഗരി അമരുമ്പോഴും പ്രചാരണ രംഗത്ത് മുൻ മേയർ ആര്യ രാജേന്ദ്രനെ ഒരു മൂലയിലേക്ക് ഒതുക്കി CPM. കഴിഞ്ഞ ദിവസം CPM ദേശീയ ജനറൽ സെക്രട്ടറി MA ബേബി പങ്കെടുത്ത പൂജപ്പുര പൊതുസമ്മേളനത്തിൽ ആര്യ ആദ്യം എത്തിയിരുന്നെങ്കിലും വേദിയിലോ മുൻനിരയിലോ സ്ഥാനമുണ്ടായിരുന്നില്ല. സാധാരണ പ്രവർത്തകർക്കിടയിൽ ഒരു കാഴ്ചക്കാരിയുടെ റോളിൽ കുഞ്ഞിനെയും കളിപ്പിച്ചുകൊണ്ട് മേയർ ഒതുങ്ങിക്കൂടി. 21-ാം വയസ്സിൽ ഭരണം ഏറ്റെടുത്ത ആര്യ രാജേന്ദ്രനെ സംസ്ഥാനത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയറെന്നാണ് CPM കൊട്ടിഘോഷിച്ചത്. എന്നാൽ വിവാദങ്ങളുടെയും അഹങ്കാരത്തിന്റെയും ഭരണകാലമാണ് തലസ്ഥാനം കണ്ടതെന്നാണ് പ്രതിപക്ഷം ആരോപിച്ചത്. 5 വർഷത്തെ മേയർ ഭരണത്തിനു ശേഷം ആര്യയ്ക്ക് ഇത്തവണ കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിൽ സീറ്റ് പോലും നൽകിയിരുന്നില്ല. നിയമസഭയിലേക്ക് പരിഗണിക്കാമെന്നായിരുന്നു പാർട്ടിയുടെ അന്നത്തെ നിലപാട്. എന്നാൽ 45 വർഷമായി LDF കുത്തകയാക്കി വച്ചിരുന്ന തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം കഴിഞ്ഞ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ നഷ്ടപ്പെടുകയും നഗരസഭയിൽ കാവിക്കൊടി പാറുകയും ചെയ്തതോടെ സ്ഥിതി മാറി. ഈ സാഹചര്യത്തിൽ നിയമസഭയിലേക്കുള്ള സ്ഥാനാർത്ഥി പട്ടികയിൽ ആര്യയുടെ പേര് ഒരു ഘട്ടത്തിൽ പോലും CPM പരിഗണിച്ചില്ല. ഇതോടെ തലസ്ഥാനത്തെ രാഷ്ട്രീയ പോരാട്ടത്തിൽ സജീവമാകാനാകാതെ ഒരു മൂലയിലേക്ക് ഒതുക്കപ്പെട്ടിരിക്കുകയാണ് മുൻ മേയർ. ആര്യയുടെ ഭർത്താവ് സച്ചിൻ ദേവ് ബാലുശ്ശേരി മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥിയാണ്. എന്നാൽ ഇവിടത്തെ പ്രചാരണത്തിലും ആര്യ സജീവമല്ല. ഏതായാലും കോർപ്പറേഷൻ ഭരണം നഷ്ടമായതോടെ സജീവ രാഷ്ട്രീയത്തിൽ നിന്നും വിട്ടുനിൽക്കുന്ന ആര്യ നിയമമണ്ഡലത്തിൽ പൊതുസമ്മേളനത്തിൽ ആദ്യമായി എത്തി. പക്ഷേ ആര്യയ്ക്ക് വേദിയിൽ ഇരിപ്പിടം ലഭിച്ചില്ല. മൈതാനത്തെ ഒരു കോണിലാണ് ആര്യ നിലയുറപ്പിച്ചത്. ഏതായാലും പൂജപ്പുരയിലെ പരിപാടിക്കെത്തിയ ആര്യ രാജേന്ദ്രൻ നേതാക്കൾ വേദി വിടുന്നതിന് മുൻപ് തന്നെ മടങ്ങി. ആര്യ ജില്ലാ കമ്മിറ്റി അംഗമെന്ന നിലയിൽ തിരുവനന്തപുരത്താണ് പ്രവർത്തിക്കുന്നതെന്ന് പ്രചാരണത്തിലെത്തുമോ എന്ന ചോദ്യത്തിന് ഭർത്താവ് സച്ചിൻ ദേവ് പറഞ്ഞിരുന്നു. അതേസമയം ആര്യ രാജേന്ദ്രൻ തലസ്ഥാനത്ത് നിന്നും പ്രവർത്തന മേഖല കോഴിക്കോട്ടേക്ക് മാറ്റാൻ ഒരുങ്ങുന്നതായി റിപ്പോർട്ട് വന്നിരുന്നു. ജില്ലാ കമ്മിറ്റി അംഗവും DYFI സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവുമാണ് ആര്യ.